ബംഗളൂരു ദുരന്തത്തിൽ കർണാടക സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. ദുരന്തത്തിന്റെ കാരണം വ്യക്തമാക്കി ഉടൻ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് RCBയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ദുരന്തത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കിടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി. ബംഗളൂരു ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ചു. ദുരന്തമുണ്ടാകാനുണ്ടായ സാഹചര്യവും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ എങ്ങനെ തടയാനാകുമെന്നതും വിശദമായ റിപ്പോർട്ടിൽ ഉണ്ടാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതേസമയം IPLന് നോട്ടീസ് നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ജൂൺ 10 വീണ്ടും വാദം കേൾക്കും. ദുരന്തത്തിൽ കർണാടക സർക്കാരിനും ക്രിക്കറ്റ് അസോസിയേഷനും പിന്നാലെ RCBയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് RCB 10 ലക്ഷം നഷ്ടപരിഹാരം നൽകും. പരിക്കേറ്റവരെ സഹായിക്കാൻ RCB KS രൂപീകരിച്ചു. കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ G പരമേശ്വരിക്ക് പിന്നാലെ അന്വേഷണ തലവനും ബംഗളൂരു റൂറൽ ഡെപ്യൂട്ടി കമ്മീഷണറുമായ G ജഗദീശയും സ്റ്റേഡിയം സന്ദർശിച്ചു. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് G പരമേശ്വര പറഞ്ഞു. Let the inquiry report come to government, and if there are any lapses, definitely they will point out the lapses, right? And whoever is responsible for those lapses, definitely we will initiate action. അതേസമയം ജൂൺ 4 പരിപാടി നടത്താൻ അനുമതി തേടി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ കത്ത് പുറത്തു വന്നതോടെ കർണാടക സർക്കാർ വെട്ടിലായി. ഇതോടെ വിധാൻ സൗധയ്ക്ക് സമീപം പരിപാടി നടത്തുന്ന വിവരം വൈകിയാണ് അറിയിച്ചതെന്ന സർക്കാരിന്റെ വാദവും പോലീസ് നിലപാടും പൊളിഞ്ഞു. അതിനിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അപകടത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും മൃതദേഹങ്ങൾ വെച്ചുള്ള പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ കളിയോട് തനിക്കൊന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ಚಿಕ್ಕ ಮಕ್ಕಳು ಬಹಳ ನಾನು ನೋಡಿದೆ ಅಂತ 15 ವರ್ಷ ಮಕ್ಕಳು ಎಲ್ಲ ಈ ರೀತಿ ಆಗಿದ್ದು. എന്നാൽ ബംഗളൂരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര ആവശ്യപ്പെട്ടു. ബംഗളൂരു താരങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് തന്നെ നിരവധി പേര് മരിച്ചിരുന്നുവെന്നും എന്തുകൊണ്ട് സർക്കാർ പരിപാടി നിർത്തിവെച്ചില്ല എന്നും വിജയേന്ദ്ര ചോദിച്ചു. ആംബുലൻസ് ഒരുക്കാത്തതുൾപ്പെടെ ഗുരുതര വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായതെന്നും BJP അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. ദുരന്തത്തിൽ അതീവ ദുഃഖത്തിലാണെന്നും പ്രതികരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്നും വിരാട് കോഹ്ലി കുറിപ്പ് പങ്കുവച്ചു. എന്നാൽ ദുരന്തത്തിന് പിന്നാലെ കോഹ്ലി ഉൾപ്പെടെ താരങ്ങൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.